സ്തോത്രം. ഞാൻ തന്നെത്താൻ ഉയർത്തുകയില്ല, തന്നെത്താൻ പ്രശംസിക്കുകയില്ല, തന്നെത്താൻ അഹങ്കരിക്കുകയില്ല. കള്ളപ്രവാചകനായിരുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ പ്രവചനത്തിലേക്ക് മടങ്ങി വന്നതിന്റെ അനുഭവമാണ് പറയുന്നത്. കള്ളപ്രവചനത്തിലായിരുന്ന എന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ പ്രവചനത്തിലേക്ക് മടങ്ങി വന്നതിന്റെ അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ്, അല്ല പ്രശംസ പറയുകയല്ല. സ്തോത്രം. എന്നാൽ ആക്ഷേപിക്കുന്നവരുടെ മുമ്പില് ഇത് പ്രശംസ തന്നെയാണ്. ആക്ഷേപിക്കുന്നവരുടെ മുൻപില് ഇത് പ്രശംസ തന്നെയാണ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോൾവീൻ, അവർ ആദികളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചീർന്ന ചെന്നായാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും? എനിക്ക് എന്നെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ കള്ളപ്രവാചകനായിരുന്നപ്പോൾ ഞാൻ ആരായിരുന്നുവെന്ന് ഈ വചനത്തിന്റെ പ്രകാശനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ അകത്തെ മനുഷ്യനെ കടിച്ചു കീർന്ന ചെന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യനെ സംരക്ഷിക്കാതെ അകത്തെ മനുഷ്യനെ വ്രണപ്പെടുത്തുന്ന ശുശ്രൂഷയായിരുന്നു എന്റെ ശുശ്രൂഷ. എന്ന് പറഞ്ഞാൽ ഭൗതിക അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയായിരുന്നു. ഭൗതിക അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ അകത്തെ മനുഷ്യനെ വ്രണപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്, അകത്തെ മനുഷ്യനെ പിച്ച് ചീന്തുന്ന ശുശ്രൂഷയാണ്, അകത്തെ മനുഷ്യനെ ക്ഷയിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. വേറൊരാളുടെ അനുഭവത്തിലല്ല, വേറൊരാളുടെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടല്ല, എന്റെ സ്വന്തം അനുഭവത്തിൽ എന്ന് പറയും. സ്തോത്രം. അകത്തെ മനുഷ്യനെ പിച്ച് ചീന്തുന്ന കടിച്ചു കീറുന്ന ഒരു ചെന്നായായിരുന്നു എന്ന് ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് പറയും. അങ്ങനെ മനസ്സിലാക്കിയതിന്റെ അനന്തര ഫലമായിട്ടാണ് മറ്റൊരു ശുശ്രൂഷയിലേക്ക് വഴിത്തിരിവുണ്ടായത്. തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമല്ല, അതിൽ വിടിവിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം. എങ്ങനെ വിടിവിക്കപ്പെടാൻ എനിക്ക് സാധിക്കും? ഒരു രോഗിയായ ആ രോഗി ചിന്തിക്കും, എനിക്ക് എങ്ങനെ ഈ രോഗത്തിൽ വിടിവിക്കപ്പെടാൻ ചിന്തിക്കില്ലേ? അതുപോലുള്ള ചിന്തയാ എന്നെ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അകത്തെ മനുഷ്യനെ ചീന്തിക്കളയും, കടിച്ചു കീറിക്കളയും. അവരിലുള്ള ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ഫലങ്ങളെ കുറിച്ച് അറിഞ്ഞിരുന്നില്ലെങ്കിൽ എങ്ങനെ അറിയാൻ കഴിയും? മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവ്. മുന്തിരിപ്പഴം ഏതിനോട് ഉപമിക്കുന്നു? ക്രിസ്തുവിന്റെ ഉപദേശത്തോട് ഉപമിക്കുന്നു. മുള്ള് എന്തിനു ഉപമിക്കുന്നു? ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന, മറ്റ് പല വിഷയ മോഹങ്ങൾ അതിനോട് ഉപമിക്കുന്നു. ഞാനങ്ങനെ ഉപമിക്കുന്നതാണോ? യേശു ക്രിസ്തു അതിനെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മുന്തിരിയെ ഉപദേശത്തോട്, ക്രിസ്തുവിന്റെ ഉപദേശത്തോട് ഉപമിക്കുന്നു. അതുപോലെ ജഡത്തിന്റെ ഉപദേശത്തിൽ നിന്ന്, ജഡീക പ്രസംഗത്തിൽ നിന്ന്, ജഡീക പ്രവചനത്തിൽ നിന്ന്, ജഡീക മോഹങ്ങളിലുള്ള പ്രാർത്ഥനയിൽ നിന്ന് ആത്മീയമായ ഉപദേശം കിട്ടുമോ? വെളിപ്പെടുമോ? ആത്മീയ ഫലം ലഭിക്കുമോ? സ്തോത്രം. മുള്ളികളിൽ നിന്ന് മുന്തിരിപ്പഴവും, ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും. അത്തിപ്പഴം എന്തിനെ സൂചിപ്പിക്കുന്നു? അതെവിടെ നിന്ന് കിട്ടും? ഞെരിഞ്ഞിലുകളിൽ നിന്ന് കിട്ടുമോ? ഞെരിഞ്ഞിലെന്ന് പറഞ്ഞാൽ സ്തോത്രം, സ്തോത്രം. കമുകിൽ നിന്ന് ഈന്തപ്പഴവും ഈന്തമരത്തിൽ നിന്ന് പാക്ക് കിട്ടുമോ എന്ന് പറയുമ്പോൾ
നല്ല വൃക്ഷം, ഒരു മനുഷ്യനെ വൃക്ഷത്തോട് ഉപമിക്കുക. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. നല്ല ഫലം എന്ത് ചെയ്യും? അധികം നല്ലതിലേക്ക്, അധികം നല്ലത് എന്ത് ചെയ്യും? സ്വർഗീയമായതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉയർത്തും. അങ്ങനെയുള്ള ഉപദേശം ആത്മനിയോഗത്തിൽ വെളിപ്പെടുമ്പോൾ അത് ദുരുപദേശമെന്നോ അത് ദുർവ്യാഖ്യാനമെന്നോ ആർക്കെങ്കിലും തോന്നിയാൽ ആ തോന്നല് കീറിക്കളയണം, ആ തോന്നല് അറുത്ത് കളയണം, ആ തോന്നലിനെ ഇല്ലായ്മയാക്കണം. ഇല്ലായ്മയാക്കുവാൻ തക്കവണ്ണം വചനത്തിൽ പ്രിയം വെക്കണം. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ലാത്ത വൃക്ഷം, സ്വർഗരാജ്യത്തിന് യോഗ്യമല്ലാത്ത ഫലം കായ്ക്കുന്നു. സ്തോത്രം, സ്തോത്രം. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്പാൻ, ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. ആത്മീയ ദർശനം കിട്ടിയവർക്ക് ഭൗതിക ദർശനം പ്രസംഗിക്കാൻ കഴിയില്ല. ഭൗതിക ദർശനം പ്രാപിച്ചവർക്ക് ആത്മീയ പ്രകാശനവും പ്രസംഗിക്കാൻ കഴിയില്ല. അതിന് ഫലത്താൽ തിരിച്ചറിയ പ്രശ്നം. സ്തോത്രം. ഞാനൊരിക്കൽ ഏത് വൃക്ഷമായിരുന്നു? ഞാൻ ഒരിക്കൽ ഭൗതികമായി ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമായിരുന്നു. അന്ന് ആകാത്ത ക്രിസ്ത്യാനികളെല്ലാം എന്നെ എന്ത് ചെയ്ത് മാനിച്ചിരുന്നു. പക്ഷേ സ്വർഗരാജ്യത്തിന് കൊള്ളാകുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷമായി ശേഷിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമാകുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? വെട്ടി തീയിലിടും, വെട്ടി തീയിലിടും, വെട്ടി തീയിലിടും. ഇത് പ്രവാചകനല്ല പറയുന്നത്. പണ്ട് തന്നെ ഒരു ജഗതസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അത് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മന്ത്രിമാർക്കും ശേഷിക്കുന്ന സകലർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അവിടെ വലിയ എന്തുണ്ട്? വലിയ തീയുണ്ട്. സ്വതന്ത്ര, അത് ആഴമേറിയതാണ്, അത് വിശാലമേറിയതാണ്. ഹല്ലേലൂയ. അവിടെ പോകണോ? അവിടെ പോകാതിരിക്കണോ? സ്തോത്ര. നല്ല ഫലം കായ്ക്കാൻ നമ്മുടെ മനസ്സ് വയ്ക്കണം. നല്ല ഫലം കായ്ക്കുന്നത് ഒളിച്ചുകളിയില്ല. സ്തോത്ര. ക്രിസ്ത്യനോട് ഒളിച്ചു കളിക്കുന്നു എത്രയോ പേര് എനിക്കറിയാം. ഒളിച്ചു കളി. ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു, ഭർത്താവ് ഭാര്യ വിളിക്കുന്നു, അമ്മ മക്കളെ വിളിക്കുന്നു, മക്കൾ അമ്മയെ വിളിക്കുന്നു, അപ്പനെ വിളിക്കുന്നു. സ്തോത്രം. ക്രിസ്ത്യ ബന്ധക്കോസുകളിൽ ഒളിച്ചു കളിക്കാത്തത് എത്ര പേർ നമുക്കറിയാം. ഒരു കൊച്ചു പിള്ളേ ഒളിച്ചു കളിക്കാം. കൊച്ചു പിള്ളേരാണ് ഒളിച്ചു കളിക്കുന്നത്. അവിടെ പോയിട്ട് ഒളിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി, അടുത്ത കുട്ടി കണ്ടുപിടിക്കാൻ. ബന്ധക്കോസുകളിൽ ഒളിച്ചു കളിച്ച് പാസ്റ്റർമാർ തമ്മിൽ ഒളിച്ചു കളിക്കാം. നല്ലതിന് വേണ്ടി വിളിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ദൈവം കൂടെ കാണും, ദൈവ സാന്നിധ്യം കൂടെ കാണും. തീയതിന് വേണ്ടി വിളിച്ചാലോ? നമുക്കറിയാം എത്രയോ പാസ്റ്റർമാർ ഇന്ന് ചിന്തിച്ച കാര്യമാണ്. എത്രയോ പാസ്റ്റർമാർ വഴുതിയുടെ ഫോൺ വിളിച്ചോണ്ടിരിക്കണതാണ്. എന്തിനാ? ആരെ വിളിച്ച്? എന്തിനു വേണ്ടി? എന്തായിരിക്കും സംസാരിക്കുന്നത്? തിരുവഴുത്തുകളാണ് ആയിരിക്കും. ഞാൻ അവരെ കുറിച്ച് ദുർവ്യാഖ്യാനം ചിന്തിച്ചിട്ടില്ല. ഇന്ന് ഒരാളിത് പറയുകയും ചെയ്തേ, ദുർവ്യാഖ്യാനം ചിന്തിച്ചിട്ടില്ല. സ്തോത്രം. എന്തോ വിഷയങ്ങൾ പ്രാർത്ഥന വിഷയം പറഞ്ഞത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പക്ഷെ മറ്റൊരു മതത്തിലേക്ക് ചിന്തിച്ചാൽ അത് പ്രാർത്ഥന വിഷയമൊന്നുമില്ല, സ്വകാര്യം പറഞ്ഞില്ല. സ്തോത്രം. അത് സ്റ്റേജിൽ വന്ന ആത്മാവ് നിറയും. ചില ശുശ്രൂഷകളുണ്ട് കേട്ടോ. ഭാര്യമാരെ പേടിച്ച് വിളിച്ച് ഫോൺ വിളിച്ച് ചില വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടില്ലെന്നല്ല. സ്തോത്രം. എന്തിന് പേടിക്കണം?
ഹല്ലേലൂയ. ഹല്ലേലൂയ. വീട്ടിൽ പോകുമ്പോൾ നല്ല പിള്ളയും നല്ല പിള്ള ചമച്ച് ഭാര്യയുടെ അടിമ, അതിന്റെ ആവശ്യമുണ്ട്. സ്തോത്രം. ജീവിച്ച നട്ടനോട് ജീവിക്കണം ഒറ്റയ്ക്കായാലും. ഇല്ലെങ്കിൽ വേദപുസ്തകം താഴെ വെച്ചിട്ട് എന്ത് ചെയ്യണം? പറമ്പില് തൂമ്പ എടുത്തോണ്ട് കിളയ്ക്കാൻ പോകും, കൂലിയിട്ട്. അങ്ങനെ ജീവിക്കാൻ മനസ്സ് വേണം. അതിനുണ്ടൊരു ഫലം. ഹല്ലേലൂയ. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. ആർക്ക്? വിവരമുള്ളവർക്ക്, അല്ലാതെ എനിക്ക് മനസ്സിലാവില്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഹല്ലേലൂയ. പിതാവിന്റെ ഇഷ്ടം എന്താ? നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ട സുവിശേഷമാണ് പറയാനുള്ളത്. സുവിശേഷ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്. സുവിശേഷത്തിന് പാപബോധമുണ്ട്, സുവിശേഷത്തിന് പാപത്തിന്റെ പരിജ്ഞാനമുണ്ട്, സുവിശേഷത്തിന് പാപത്തെ വെറുക്കുന്ന ആത്മാവുണ്ട്. സ്തോത്രം സ്തോത്രം. സുവിശേഷ രോഗസൗഖ്യമല്ല, സുവിശേഷ ഭൂതശാന്തിയല്ല. ഹല്ലേലൂയ. സുവിശേഷ ഭൂതത്തെ അവരെ അടിമയാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നവരായിരിക്കണം. നല്ല വർത്തമാനം അല്ലേ? പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്ന നല്ല വർത്തമാനോ മോശമായ വർത്തമാനോ? നല്ല വർത്തമാനം എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ നേരിടുന്നതാണോ? ദൈവം ദുഃഖിപ്പിക്കാത്തവരെ ദുഃഖിപ്പിച്ചാൽ എന്ത് ചെയ്യും? സ്തോത്രം. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം കേട്ടോ. നമ്മളെല്ലാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അന്തം എന്തെന്ന് ചിന്തിച്ചോ. അതാ അരിഷ്ടനും മനസ്സ് തകർന്നവൻ. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് അരിഷ്ടനും മനസ്സ് തകർന്നവൻ ഉറക്കത്തിലും പറയും, അരിഷ്ടനും മനസ്സ് തകർന്നവൻ അൻപുള്ള കർത്താവേ ആമേൻ, അരിഷ്ടനും മനസ്സ് തകർന്നവനുമായി എന്നെ കടാക്ഷിക്കണമേ എന്ന് പറയും. ഉറക്കത്തിലും പറയും. അയ്യോ പോണെന്ന് നിലവിളിക്കില്ല ഉറക്കത്തിൽ. സ്വപ്നം കണ്ട് പേടിച്ച്. എനിക്കറിയാം സ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിക്കുന്നത്. എന്ത് നിലവിളിച്ച? ഞാൻ വിളിച്ചില്ലല്ലോ, ഞാൻ വിളിച്ചൊന്നും. അവരറിയുന്നില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ നിലവിളി വരിക. സ്തോത്രം. നിലവിളി ഉയരേണ്ട സ്ഥാനത്ത് നമ്മുടെ ഉറക്കത്തിൽ ഉയരേണ്ട എന്താ? അയ്യോ ഞാൻ ഇട്ട മനുഷ്യൻ, കർത്താവേ ഈ പാപത്തിന് ഈ മരണത്തിന് അടിമയായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം വിടുവിക്കുന്ന ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ, ഈ മരണത്തിന് അടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അകത്തെ മനുഷ്യൻ നിലവിളിയ, എന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ മോൻ വിളിക്കാൻ പറയും, പാസ്റ്റർ സ്തോത്രം. ഞാൻ പറയും ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആർക്കറിയില്ല, അവിടെ അറിവില്ലായ്മ ആദ്യമായിട്ടൊക്കെ വിളിക്കുന്ന ആൾക്കാർ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തിരിച്ചറിവ് നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ വഴിതെറ്റിപ്പോ. ഒരക്ഷരം മാറിയാൽ മതി, വാക്ക് മാറും. വാക്ക് മാറിയാൽ അർത്ഥം മാറും. അർത്ഥം മാറിയാൽ അനുഗ്രഹം മാറും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് പരീക്ഷ അക്ഷരാർത്ഥത്തിൽ പരീക്ഷിക്കലാന്ന് തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നാണ്. നമ്മുടെ പേരില്ലേ അവിടെ കൊടുത്ത പേര്
ഐഡിയില്ല, പേരും ഒരു സ്പെല്ലിംഗ് മാറിയാണ്. പരീക്ഷയ്ക്ക് ഇരുത്തുമോ? എത്ര പേര് കരഞ്ഞ വീട്ടിൽ പോകണമെന്നുണ്ട് പരീക്ഷയ്ക്ക് കയറാൻ പറ്റും? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇപ്പൊ തിരുവചനത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലോ, തിരിച്ചറിവിന് വ്യത്യാസം വന്നാലോ, ദൈവത്താലുള്ള തിരിച്ചറിവിൽ നമ്മൾ കൂട്ടവകാശം പ്രാപിച്ചില്ലെങ്കിലോ, കൂട്ടവകാശം പ്രാപിക്കുന്നവരെ ആക്ഷേപിച്ചാലോ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചോളൂ. അതിന് ഒരു ഉദാഹരണം അറിയാം. ചിലർക്ക് ജിനുവിന്റെ അമ്മയ്ക്കൊക്കെ അറിയാമായിരിക്കും. സ്തോത്രം. ജിനുവിന്റെ അമ്മയ്ക്കൊക്കെ അറിയാമായിരിക്കും. നമ്മളെ നെയ്യാറ്റിൻകര TPM ചർച്ചിൽ നിന്ന് ഈ ആറ്റുകടവിൽ സ്നാനമായിട്ട് സ്നാനത്തിന് അവർ പാട്ടും പാടി കൊട്ടും ബാൻഡ് പഠിച്ച് വരുമ്പോൾ ആവേശം ചാണകം വാരി, എനിക്കറിയില്ല, ചാണകം വാരി എറിഞ്ഞ് കല്ലുമണ്ണും വാരി എറിഞ്ഞ് ആക്ഷേപിച്ചവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയോ? ചാണകം വാരി എറിഞ്ഞ് കല്ലുമണ്ണും വാരി എറിഞ്ഞ് ആക്ഷേപിച്ചവരുണ്ട്. എന്തായിരിക്കും ഒരു അനന്തരഫലം? സ്തോത്രം, സ്തോത്രം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയാവുന്ന ഒരു കുടുംബത്തിലുള്ള എനിക്ക് അറിയാമെന്നുള്ള ഒരു കുടുംബത്തിൽ സംഭവിച്ച കാര്യമാണ്. എറിഞ്ഞ കൂട്ടത്തിലുള്ളവർ, കൊണ്ട കൂട്ടത്തിലുള്ളതല്ല, എറിഞ്ഞ കൂട്ടത്തിലുള്ളവർ. സ്തോത്രം. അങ്ങനെയുള്ളവരുടെ കൂട്ടാളികളാകരുത് എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കൂട്ടാളികളാകരുത്. അവരുടെ പാപത്തെ വിട്ട് നമ്മൾ ഓടുകയും കഴിയുമെങ്കിൽ മാനസാന്തരപ്പെടാൻ പറഞ്ഞ് ഓടണം. സ്തോത്രം. മാനസാന്തരപ്പെടാൻ പറഞ്ഞു അവിടെ നിൽക്കുകയല്ല, മാനസാന്തരപ്പെടാൻ പറഞ്ഞ് ഓടണം. നമ്മള് ഓട്ടക്കളത്തില. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. തിരിച്ചു വരാം സങ്കീർത്തനത്തിലേക്ക്. എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം എന്റെ ശത്രു ആരാണ്? ലോക സ്നേഹമാണ് എന്റെ ശത്രു. പിന്നെ എന്റെ ശത്രു ആരാണ്? വീട്ടുകാരാണ് എന്റെ ശത്രു. സ്തോത്രം. നമ്മുടെ നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിക്കും. അപ്പൊ ലോക സ്നേഹം നമ്മുടെ ശത്രുവാണ്. അപ്പൊ ലോക സ്നേഹം നമ്മുടെ ശത്രുവാണെങ്കിൽ ആ ശത്രുവിനെ സ്നേഹിക്കണം എന്നാണോ? സ്തോത്രം. പിന്നെ വീട്ടുകാരാണ് ശത്രു എന്ന് പറയുന്നു. അപ്പൊ വീണ്ടും പറയുന്നു ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്നാണ്. എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. ശത്രുവിന്റെ ഇഷ്ടത്തിനല്ല ശത്രുവിനെ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ നിങ്ങളും നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കും. നിങ്ങൾ എന്റെ ശത്രുവായിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ നിങ്ങളെ ശത്രുവായിരിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കണം. ചുമ്മാ സ്നേഹിച്ചാൽ പോലെ പ്രമാണമുണ്ട് സ്നേഹിക്കാൻ, വ്യവസ്ഥയുണ്ട് സ്നേഹിക്കാൻ. ഹല്ലേലൂയ. വ്യവസ്ഥയില്ലാതെ സ്നേഹിച്ചാൽ അത് മണലിന്റെ മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യന് തുല്യനായി മാറും. സ്തോത്രം, സ്തോത്രം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ്? നിത്യ സ്നേഹത്താലാണ് സ്നേഹിച്ചത്. അങ്ങനെ നിത്യ സ്നേഹത്താൽ നമ്മൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിപ്പാൻ നമ്മൾ മനസ്സ് പുതുക്കുന്നെങ്കിൽ നമ്മൾ ജീവനോടെ ശേഷിക്കും. ജീവനോടെ ശേഷിച്ച നമ്മൾ കർത്താവിനോടുകൂടെ ഓല മേഘങ്ങളിൽ എടുക്കപ്പെടും. എടുക്കപ്പെടുമെന്ന് പറഞ്ഞ് വാക്യം വായിച്ചാൽ കുറെ ആവേശം കുറെ ആദാലയം കാണിച്ചെന്ന് പറഞ്ഞ് പിന്നെ അവസാനം കർത്താവോട് എന്ന് പറഞ്ഞിട്ട് പാട്ടും പാടി ആ കഥ കളിക്കാൻ പോണവരെ ഇവിടെ വിളിച്ചുവിട്ടിട്ടുണ്ട്. പാട്ട് പാടെ യവന്മാരായിട്ട് പാട്ടും പാടി പിന്നെ തുള്ളിച്ചാടി എന്ന് പറഞ്ഞിട്ട് പോകില്ല. സ്തോത്രം, സ്തോത്രം. പാട്ട് പാടുന്നവരും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ കഥകളിക്കാരന്മാരാകരുത്, കഥകളിക്കാരികളാകരുത്. അവർ ഭക്തിയുള്ളവരായിരിക്കണം, അന്തസ്സുള്ളവരായിരിക്കണം,
ഭക്തിയോടെ വസ്ത്രം ധരിക്കുന്നവരായിരിക്കണം. ഭക്തിയോടെ മുടി വെട്ടി സംസാരത്തിലും ഒരുക്കത്തിലും ഏത് വിധത്തിലും ഭക്തിയുള്ളവരായിരിക്കണം. ആമേൻ. അവരാണ് പാട്ടുകൾ ഭക്തിയോടെ പാടാനുള്ളത്. അവർ പാട്ട് പാടി സ്റ്റേജിൽ എങ്ങനെ പാടുന്നോ അതേ ജീവിത ശൈലി തന്നെ അവരുടെ ജീവിതത്തിലായിരിക്കണം. എവിടെയെങ്കിലും തെറ്റിപ്പോണെങ്കിൽ ഉടൻ തിരിച്ചറിയണം. സ്തോത്രം. അങ്ങനെയുള്ളവരെയാണ് ഒരു സുവിശേഷ യോഗത്തിൽ പാടാൻ വേണ്ടി വിളിക്കാൻ എനിക്ക് ആഗ്രഹം. പക്ഷെ ആരെയില്ല. പിന്നെ ക്രിസ്തു പരസ്യയോഗം നടത്തിയെടുത്തും ഉണർവ് യോഗം നടത്തിയെടുത്തും പടയിൽ പ്രസംഗിച്ചെടുത്ത് ആരാണ് പാട്ട് പാടിയത്? ആരാണ് പ്രസംഗിച്ചത്? ആരാണ് അധ്യക്ഷ സ്ഥാനം വഹിച്ചത്? കാണിക്കെടുത്തു. സ്തോത്രം. എവിടെ നിന്നാ വന്നേ? പാട്ട് പാടി തുടങ്ങണം. എവിടെ നിന്ന് തുടങ്ങി? പിന്നെ ഉപകരണങ്ങൾ കാണും. കയ്യടിപ്പില്ല. പ്രിയമുള്ളവരെ, നമ്മളെ കര പഠിക്കണം. ഉച്ചതാന്നുള്ള കഴുത്താളത്തോടെ ദൈവത്തെ സ്തുതിക്കണം. അനേക ബന്ധക്കോസ് 4 മണി 5 മണിയാകും. പേപ്പട്ടി ഓടുമ്പോൾ റോഡെ ഓടനാണ്. അവരാലയത്തിൽ വന്നാൽ കിക്കിലിക്കും പക്ഷി, കിലുകിലിക്കും പക്ഷി, ഉത്തരത്തിൽ ചത്തിരിക്കും പക്ഷി. അതുപോലെയാണ് ആരാധനാലയത്തിൽ ചത്തിരിക്കും. റോഡെന്നുള്ള കിലുകിലാക്കിലിക്ക് ഓടും. ഏതെല്ലാം രീതിയിലെന്നറിയോ? വ്യായാമം എടുക്കുന്നവർ ചാടി തുള്ളി മറിഞ്ഞ് ആലയത്തിൽ വന്ന ചത്തിരിക്കും. അങ്ങനെയാണോ ദൈവഭക്തന്മാര് വിശ്വാസികൾ ചെയ്യാനുള്ളത്? ആരാധനാലയത്തിൽ വരുമ്പോൾ കൈയടിച്ചോ. ആരാധനാലയത്തിൽ നൃത്തം ചെയ്. ആരാധനാലയത്തിൽ വരുമ്പോൾ തുള്ളി നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത് ആത്മസാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ കഴിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഏത് ആത്മാവിലാണ് അവർ സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങുന്നത്? പ്രൈസ് ദി ലോർഡ്. ജിമ്മിലൊക്കെ പോയി നോക്കിയ ബന്ധക്കോസുകാരുണ്ട്. ഇങ്ങനെ കൈ വെക്കാൻ, ഇങ്ങനെ പോയി വെക്കാൻ. ആരാധനാലയത്ത് വന്നാൽ ഇങ്ങനെ വെക്കും. അവിടെ പോയാൽ ഇങ്ങനെ വെക്കും. വെയിറ്റ് എടുക്കും. ആർക്കാ സ്തുതി? ജിമ്മ് ആരുടെ വകയാണ്? അതിന്റെ കർത്തൃത്വം ആരാണ്? ദൈവമാണോ? സ്തോത്രം. ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് പൊളിച്ചെടുക്കണം. പൊളിച്ചെടുക്കണം. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം പൊളിച്ചെടുക്കണം. സ്തോത്രം. അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ ഒരുക്കി മെരുക്കി എടുക്കുന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം, ഉന്മേഷമുള്ളവരായിരിക്കണം, ഉണർവുള്ളവരായിരിക്കണം. പഠിക്കുന്നവർ പഠിച്ചോട്ടെ, ദുഷിക്കുന്നവർ ദുഷിച്ചോട്ടെ, വിടക്കം നിന്ന് എണ്ണുന്നവർ വിടക്കം നിന്നിക്കോട്ടെ, ഏത് വിധേനയും അവർ ആക്ഷേപിക്കുന്നെങ്കിൽ ആക്ഷേപിച്ചോട്ടെ. പക്ഷേ നാം വിശ്വസ്തയോടെ ഓടുന്നതെങ്കിൽ ജീവകിരീടം പ്രാപിക്കും. ആക്ഷേപിച്ചവർ മരണകിരീടവും ആവി ഓടിയവർ ജീവകിരീടം പ്രാപിക്കും. എന്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം പറഞ്ഞു തരണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. ഞാൻ അവനെ തോൽപ്പിച്ചിരുന്നു എന്റെ ശത്രു പറയരുത്. പറഞ്ഞില്ലെങ്കിൽ എന്താ? പറഞ്ഞില്ലെങ്കിൽ എന്താ? ഗോലിയാത്തിനെ തോൽപ്പിച്ചില്ലേ ദാവീദ്? തോൽപ്പിച്ചില്ലേ? സ്തോത്രം. ഒരു മനുഷ്യനായിരുന്നില്ലേ ഗോലിയാത്ത്? ഗോലിയാത്തിന് മനുഷ്യനായിരുന്നില്ലേ? സ്തോത്രം. ഗോലിയാത്തിന് മനുഷ്യനായിരുന്നില്ലേ? എന്തിനാ തോൽപ്പിച്ചേ? എന്റെ ദൈവത്തിന്റെ നാമത്തെ നിന്ദിച്ചത്. നീ നിന്ദിച്ച സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ നേരെ വരും.
അതിനുവേണ്ടി നമ്മളെ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ നാമത്തെ നിന്ദിക്കുന്നവർക്ക് നേരെ ചെല്ലാന് അവരൊന്നും കുമ്പിടാനല്ല. പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ കച്ചകെട്ടിയൊക്കെ വന്നതാണ്, പിന്നെയൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. ദേവി ചെയ്ത് വലിയത്തെ ഒന്ന് സഹകരിക്കണം. പിന്നെ പിന്തിരിഞ്ഞു നീ നിന്നിച്ച് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. Praise the Lord. ആ ദാവീദിന്റെ നിശ്ചല കൃപയിൽ നിന്നാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കൃപയെ നമ്മൾ വ്യർത്ഥമാക്കി കളയരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൂടെ നിൽക്കാൻ താല്പര്യവും ആങ്കും മനസ്സലും അവൻ ബുദ്ധി ഉപദേശം പ്രാപിക്കാൻ മനസ്സുള്ളവർ കൂടെ നിൽക്കട്ടെ. ഇല്ലാത്തവർ ഏലിയ പ്രവാചകൻ പറഞ്ഞ പോട്ടെ, ബാലിന്റെ പുറകെ പോട്ടെ. സ്തോത്രം, സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടെ സഹിച്ചാൽ യേശു ക്രിസ്തുവിന്റെ കൂടെ വാഴാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സഹിച്ചില്ലെങ്കിൽ അവിടെ വാഴാൻ കഴിയില്ല. സ്തോത്രം. ഇങ്ങനെ ഒരാൾ എന്ത് പറയും? കൂടെ സഹിച്ചാൽ കൂടെ വാഴാം. കൂടെ സഹിച്ചാൽ കൂടെ വാഴാം. പ്രൈസ് ദി ലോർഡ്. സംശയ വിചാരിയ പറയുന്നത്, കൂടെ സഹിച്ചാൽ കൂടെ വാഴാം. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കാനുള്ളത്. പക്ഷെ എഴുന്നേൽക്കണമെങ്കിൽ ഉണരണം. മരണനിദ്രയിലാണെങ്കിൽ എങ്ങനെ ഉണരാൻ കഴിയും? അതുകൊണ്ട് ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന, മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണ്, ഹൃദയ കണ്ണിനെ പ്രകാശിപ്പിക്കണം. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസവും കോട്ടമുള്ള തലമുറയുടെ കണ്ണിനെ കുരുടാക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണിനെ തുറക്കുന്ന സർവശക്തനാകുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ആ കണ്ണുകളെ തുറക്കുന്ന, കുരുടരെ കാണുമാറാക്കുന്ന, മുടന്തരെ നടക്കുമാറാക്കുന്ന, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്ന, പ്രൈസ് ദി ലോർഡ്, അടക്കപ്പെട്ട ബുദ്ധികളെ തുറക്കുമാറാക്കുന്ന ദൈവത്തിന്റെ മകമയുള്ള നാമത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമുക്ക് കിട്ടിയ ഭാഗ്യം ചെറുതല്ല, ആ ഭാഗ്യം വലുതാണ്. ഈ ഭാഗ്യത്തെ ദുർവിനിയോഗം ചെയ്യുന്നവരോടൊപ്പം ചേർന്ന് ഈ ഭാഗ്യത്തെ നമ്മൾ തള്ളിക്കളയരുത്. ഇത്ര വലിയ രക്ഷയെ, ഇത്ര വലിയ രക്ഷയുടെ ഭാഗ്യത്തെ, ഇത്ര വലിയ രക്ഷയുടെ ഉപദേശത്തെ, ഇത്ര വലിയ രക്ഷയുടെ കൃപയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റിക്കുഴി? നമ്മളെല്ലാവരും ആമേൻ സ്തോത്രം തികഞ്ഞവരല്ല, നമ്മളെല്ലാവരും കുറവുള്ളവരാണ്. പക്ഷെ കുറവുകൾ തിരിച്ചറിയാതിരിക്കരുത്. കുറവുകൾ തിരിച്ചറിഞ്ഞ് ആമേൻ സ്തോത്രം ഏറ്റുപറയുവാൻ തക്കവണ്ണം മനോബോധമുള്ളവരായി, പരിശുദ്ധാത്മ നിയോഗമുള്ളവരായി, കുറവുകൾക്ക് പരിഹാരം കണ്ടെത്തുന്നവരായി, ദൈവത്തിന്റെ കടാക്ഷം പ്രാപിക്കുന്നവരായി ആമേൻ നമുക്ക് എല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഹല്ലേലൂയ. വായിക്കപ്പെടുന്ന വചനത്തിന്റെ ജീവൻ നമ്മുടെ ഗൂഢമനുഷ്യനിൽ വ്യാപരിക്കപ്പെടുക. കേൾക്കുന്ന വചനത്തിലുള്ള ജീവൻ നമ്മുടെ ഗൂഢമനുഷ്യനിൽ വ്യാപരിക്കപ്പെടുക. ലോകം അതിന്റെ മോഹത്തെ കുറിച്ച് പ്രസംഗിക്കുന്നുവെങ്കിൽ നമുക്ക് കേൾക്കുവാനുള്ളത് അതല്ല, നമുക്ക് കേൾക്കാനുള്ളത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാടാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട് കേൾക്കുന്നവർ അക്ഷയരായി ജീവിക്കും. അവർ ജീവനോടെ ശേഷിക്കും. അവർ വാനമേഘങ്ങളിലേക്ക് പറന്നുയരും. അതിലേക്കായി നമുക്ക് ശരണപ്പെടാം. അതിലേക്കായി നമുക്ക് ആവേശമുള്ളവരായി മാറാം. അതിലേക്കായി നമുക്ക് വീര്യം പ്രവർത്തിക്കുന്നവരായി മാറാം. അതിലേക്കായി നമുക്ക് സമർപ്പിക്കുന്നവരായി മാറാം. അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ബോധം കൊടുക്കുന്നവരായി മാറാം. ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളട്ടെ, തിരസ്കരിക്കുന്നവർ തിരസ്കരിക്കട്ടെ. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ അവരോട് പറയണം. എന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നവരോട് ആമേൻ 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 നീ സംസർഗം ചെയ്യരുത്. നീ അവരോട് ആമേൻ സ്തോത്രം കനിവോ കൃപയോ കാണിക്കരുത്. ദൈവനാമത്തെ സ്വീകരിക്കുന്നവരോട് നീ കനിവ് കാണിക്കണം, നീ കൃപ കാണിക്കണം.
ആമേൻ സ്തോത്രം. നീ മനസ്സിനെ കാണിക്കണം. അവരെ തള്ളിക്കളയരുത്. അവരെ ആദരിപ്പാൻ, അവരെ സ്വീകരിപ്പാൻ, അവരെ സ്നേഹിപ്പാൻ ലോകത്തിൽ ആരുമില്ല. അവരെ ആദരിപ്പാൻ, അവരെ സ്വീകരിപ്പാൻ, അവരെ സ്നേഹിപ്പാൻ എന്റെ നാമത്തെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ കഴിയൂ. ആരെ കൈക്കൊള്ളണം, ആരെ ഉപേക്ഷിക്കണം, തിരുവെഴുത്തുകളിൽ കൂടെ തിരിച്ചറിയുവാൻ. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കരുത്, തിരുവെഴുത്തിലൂടെ തിരിച്ചറിയുവാൻ. ആത്മാവിന്റെ വരങ്ങളിൽ, ആത്മാവിന്റെ ഫലങ്ങളിൽ ജാഗ്രതയുള്ളവരായി മുന്നേറുവാൻ നമുക്കെല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്ര ഞെരിഞ്ഞിലാണോ ശേഷിക്കുന്നത്, മുള്ളാണോ ശേഷിക്കുന്നത്, അതോ മുന്തിരിയാണോ, അതോ അത്തിയാണോ? നമ്മുടെ ജീവിതം പരിശോധിക്കും. വാക്കുകളെ പരിശോധിക്കും, കിടപ്പറകളെ പരിശോധിക്കും. എവിടെയെല്ലാം ദൈവഹിതത്തിന് വിരുദ്ധമുണ്ടോ അവിടെയെല്ലാം ദൈവഹിതത്തെ കൊണ്ടുവരുക. നമ്മുടെ കിടപ്പ് നിർമ്മലമാകുവാൻ, നമ്മുടെ നടപ്പ് നിർമ്മലമാകുവാൻ, നമ്മുടെ സംസാരം നിർമ്മലമാകുവാൻ, നമ്മുടെ ചിന്തകൾ നിർമ്മലമാകുവാൻ. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പകരണമേ, എന്നിൽ പകരണമേ, എന്നിൽ പകരണമേ. മരണത്തിന് പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നമുക്കെല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. ആത്മനിയോഗം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ജീവിത മേഖലകളിൽ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം സമർപ്പണ ബോധത്തോടുകൂടി എല്ലാവരും പ്രാർത്ഥിക്കാം.